പൊങ്കാലയ്ക്ക് പ്രധാനമായിട്ടും അടുപ്പ് കത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന കൊതുമ്പും ചൂട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ റോഡിൽ ഇവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെയാണ് ഈ കൊതുമ്പും ചൂട്ടും എല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടത്, ഒരു സ്പോട്ട് കണ്ടത്. ഓക്കെ, എവിടെ നിന്നാണ് ഇതെല്ലാം ഇറക്കിയിരിക്കുക? മറ്റേ തലിയിലിരുന്നും കരമണയിലിരുന്നും കുറച്ച് ഒവ്വൊരു സ്ഥലങ്ങളിലിருந்து ശേഖരിച്ച് കൊണ്ടുവന്ന് അതിനെ കച്ചവടം ചെയ്ത് അവർക്ക് ഏറ്റവും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ച് കൊടുക്കാനും അതിനുള്ള ഇത് നമ്മൾ സംവിധാനം ചെയ്തു. അങ്ങനെ പേരെങ്ങനെയാണ്? പേര് ചിത്രപുഷ്പം. പൊങ്കാലയ്ക്ക് പ്രധാനമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ചൂട്ടും കൊതുമ്പാണ് പ്രധാനം. ഫസ്റ്റ് ആദ്യം അത് വാങ്ങിക്കും, പിന്നെ ഇല ചക്കാലം ഇതൊക്കെ ഒരു പതിവായിട്ട് അവർക്ക് വരണവർക്ക് എല്ലാ വർഷവും വരുന്ന ആൾക്കാരുണ്ട്. ഇത് കെട്ട് 50 രൂപ വെച്ചും അങ്ങനെ അവർ പല വിലകൾക്കും വിൽക്കും. 50 രൂപ, 40 രൂപ, 30 അങ്ങനെ പല വിലയ്ക്കും വരണ ഇത് റേറ്റ് വെച്ച് കൊടുക്കും. കെട്ട് ഇപ്പോൾ ഇത് 10,000 കെട്ട് ഉണ്ടെങ്കിൽ അത് തീരും. അത്രയും കൊണ്ടുവരുന്ന സാധനം ഒരാൾക്ക് ഒരു കെട്ട് മതി. അവർ ചിലപ്പോൾ 3 കളയത്തിലേ ഇടും, ചിലപ്പോൾ 1 കളയത്തിലേക്ക് ഇടുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളിവിടെ തിരുവനന്തപുരത്ത് തന്നെ, തിരുവനന്തപുരത്ത് പല സ്ഥലത്ത് പെരിങ്ങമല, പാലാരം, കാക്കാമൂല ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉണ്ടാകും. അല്ല, അല്ലാതെ വരാക്കില്ല, അല്ലാതെ ചിലവാവണ സമയമല്ലല്ലോ അത്. ആ പൊങ്കാലയ്ക്കാകുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇല്ലാതെ നമുക്കവിടെ പോകുന്നുണ്ട്. കാര്യം നാട്ടുപ്രദേശത്ത് ഇപ്പോൾ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പൊങ്കാല വരുമ്പോൾ നാട്ടുപ്രദേശത്ത് വേറെ കോവിലുകളുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ പോകും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ കുഴപ്പമില്ല, എന്നിരുന്നാലും ഞങ്ങൾ വന്നതേ ഉള്ളൂ. എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വിറവ് ഉപയോഗിക്കുന്നവരുണ്ട്, സൗകര്യത്തിനാണ് ഇത്. പിന്നെ പണ്ടേ ഉള്ളൊരു ആചാരം അനുസരിച്ച് പൊങ്കാല ഇടുമ്പോൾ കൊതുമ്പും ചൂട്ടും ഉപയോഗിച്ചാണ് ഇടേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ശീലം. എൻ്റെ പേര് സതീഷ് കുമാർ. ഇല്ലല്ല, ഞാനങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഞാൻ ഏതാണ്ട് വയനാട് കുറച്ചുണ്ട്. ഞാനങ്ങനെ എനിക്ക് പറ്റുന്ന സമയത്ത് നാട്ടുകാർക്കൊരു സഹായവും എനിക്ക് അമ്മേരെ നടയിൽ ഒരു പുണ്യ പ്രവൃത്തി, അത്ര തന്നെ. അങ്ങനെയാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ അത് 100% ആ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും ഈ ജീവിതത്തിൽ ഒരു മനുഷ്യനും കാണില്ല. പ്രപഞ്ചത്തിലൊരു ശക്തി എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ദൈവത്തെ വളങ്ങിയിരുന്നാലും ഏത് നടന്നാലും ഒരു ദൈവം, ഒരു ശക്തി ഉണ്ടല്ലോ. ഇതില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ, ഇത്രയും കോടാനുകോടി ജനങ്ങൾ ഈ വന്ന് പൊങ്കാലിടില്ല. അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. എനിക്ക് ആ വിശ്വാസമുണ്ട്. ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ എന്നാൽ എനിക്കത് വിശ്വാസമാണ്. പിന്നെ യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ. അങ്ങേര് ഒന്ന് കത്തിയില്ലെങ്കിൽ ഇവിടെ ഇരുട്ടാവുമല്ല. അപ്പോൾ ഉദിക്കണോണ്ടല്ലേ വിളക്കണത്. അതിൽ പറയും ദൈവം ഇനി വേറെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള തന്നെയാണ് എല്ലാ ദൈവങ്ങളും. പിന്നെ അന്നും ഇന്നും ദൈവത്തെ ഒരു വിശ്വാസമുണ്ട്. ആ ദൈവം ഇല്ലെങ്കിൽ നമ്മളില്ല, അത്ര തന്നെ. ആ ഒരു പ്രപഞ്ചത്തിലൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇല്ല ഇല്ല, നമുക്കങ്ങനെ ഒരു നാളെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇതെല്ലാം തീരും. 11 മണിക്ക് പൊങ്കാല, പിന്നെ ആരും വന്ന് വാങ്ങില്ല. പിന്നെ എല്ലാവർക്കും ശേഖരിക്കുന്ന കാര്യം നമ്മുടെ ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് വരുത്തർ വരുന്നുണ്ട്. ദൂരെ നിന്ന് വരുന്നവർ വന്ന് 50 രൂപ എടുത്ത് വാങ്ങിക്കും. അവർക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ കിറ്റുകളൊക്കെ കൊണ്ടുവന്നിരുന്നാലും ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് വണ്ടിയിലൊക്കെ വരാൻ, ബസ്സിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഒന്ന് വാങ്ങിക്കുന്നവരുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടുപ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും 2-3 കവറായിരുന്നാലും അവർ കൊണ്ടുവരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയെ വരുമ്പോഴും എൻ്റെ ഭാര്യ വരുമ്പോഴും എല്ലാവരും അവർ കൊണ്ട് തന്നെ പറഞ്ഞു ഇവിടെ ഒന്ന് വാങ്ങിക്കും. ഇവിടെ പെരിങ്ങമല തന്നെ, ബാലാരം പെരിങ്ങമല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂർ തന്നെയാണ് ഏറ്റവും സ്ഥലം, അത്ര തന്നെ. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ആറ്റുകാൽ അമ്മയെക്കുറിച്ച് നല്ല പറയേണ്ടത്. ഈ ചൂടൊന്ന് നാളത്തേക്ക് പൊങ്കാല സമയം ഒന്ന് തണുപ്പിച്ച് കൊടുത്താൽ മതിയായിരുന്നു, പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടി. അത്രയൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. കാര്യം ഇത്രയും ചൂട് നിൽക്കണമുണ്ട്. ആ സമയമാകുമ്പോൾ ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു പുണ്യം അമ്മയുടെ നാമത്തിൽ ഞാൻ പറയുന്നുണ്ട്. ശരി.